പൂന്റെ മണം. പക്ഷെ ഇവിടെ അതിന്റെ ചെടിയൊന്നും കാണുന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ് അനു. എന്റെ നിന്റെ അമ്മ ഇന്ന് വന്നില്ലേ? നിങ്ങൾ താമസിക്കുന്ന വീട്ടിലെ അമ്മ ഭക്ഷണം എടുത്തോണ്ട് പോയി. ഞാൻ ഇത് പറിക്കാൻ വേണ്ടി വന്നതാ. ഈ പൂന്റെ മണം എന്നെ മയക്കെടുക്കുന്ന പോലുണ്ട്. എനിക്കിത് ഒത്തിരി ഇഷ്ടം. ഈ പൂ പ്രേതത്തിന് ഒരുപാട് ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. എന്നാ ഞാൻ പ്രേതാണെന്ന് കൂടെ കൂട്ടിക്കോ. സൂര്യ, I don't mind. No, സൂര്യ. എന്തോ ജ്യോതി? ഞാൻ അവിടെ എന്തോ കണ്ടു സൂര്യ. അനന്തോന്റെ കൂടെ കൂടി ഞാനും ഇങ്ങനെയായി. ശരി, വാ പോവാം. ഈ കാട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നത് അത്ര ശരിയല്ല കേട്ടോ. അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഇവിടെ ഒരുപാട് ആത്മാക്കളുണ്ടെന്ന്. ആത്മാവോ? ആത്മാവല്ലേ എങ്ങനെയാ? മനുഷ്യരുടെ ആത്മാവ് ഇവിടെ വെച്ച് മരിച്ചു പോയവരുടെ ഇതാ. അമ്മ ഇടയ്ക്ക് പറയുന്നത് കേൾക്കാം, ഇവിടെ കുറെ ആത്മാക്കൾ കറങ്ങി നടപ്പുണ്ടെന്ന്. അതില് ചിരിക്കാൻ എന്താ ഉള്ളത് കട്ടപ്പ? പാഴടഞ്ഞ വീട് കണ്ടിട്ടില്ലേ? മാഡം ക്ഷമിക്കണം, ഞാൻ എന്റെ അനുഭവം ഓർത്ത് ചിരിച്ചു പോയതാ. രാജ എന്നോട് നിങ്ങൾ എല്ലാരെയും വിളിച്ചോണ്ട് പോയിട്ട് ഈ വീടാ കാണിക്കാൻ പറഞ്ഞ. ഞാനിവിടെ വന്നപ്പോ അതേ വീട് തന്നെയാണ് നിങ്ങളും കാണിക്കാൻ പറയുന്നത്. ഈ ഫോട്ടോയിലുള്ള വീട് എവിടെയാ ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ അടുത്ത് തന്നെയാ. ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ ഉണ്ടാവും, അത്ര തന്നെ. ഇതാ നിങ്ങളുടെ ഫോണ്. എന്താ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാ എന്റെ യജമാന്റെ അമ്മ മരിച്ചുപോയി. അവർക്ക് കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു, അതാ ലേറ്റായ. അപ്പൊ ഇന്നൊരാൾ മരിച്ച ഇന്ന് തന്നെ ചരമവാർഷികം നടത്തുവോ? ഇവനെ കൊണ്ട് അവര് മരിച്ചിട്ട് 3 വർഷമായി. അത് നിങ്ങൾക്ക് തമാശയാണോ ഏട്ടാ? അയ്യോ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല സഹോദര. രാജ നിങ്ങൾ എല്ലാരെയും ആ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് കുറച്ച് ചെലവാകും പുള്ളി തരാനും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ഫ്രീ ആയതുകൊണ്ട് നിങ്ങൾ എല്ലാരെയും അങ്ങോട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അതിനാ ചിരിച്ചേ. ഇതെനിക്ക് തമാശയായി തോന്നുന്നില്ല കേട്ടോ. ആനന്ദ്, ഇവനും കൂടെ ഇടയ്ക്ക് കയറി. നമുക്ക് ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോവാം. 10 മിനിറ്റിൽ ഇറങ്ങണം. ഒരു മിനിറ്റ്, ഞാൻ ഈ കാര്യം പറയണോ വേണ്ടയോന്ന് അറിയില്ല. ആ വീട് ശരിയല്ല. ഇവിടെയുള്ളവരാരും അങ്ങോട്ടേക്ക് പോകാറേയില്ല. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. ആ വീട്ടിൽ എന്താ പ്രശ്നം? ഞാൻ ദിവസം ആ വഴിക്കാ പോയും വന്നും ഇരിക്കുന്നേ. ഒരു പ്രശ്നവും ഇല്ല. ദേ നോക്ക്, പാചകം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ മതി, അത്ര തന്നെ. അവിടെ ശരിയല്ല എന്നൊക്കെ പറയുന്നേ. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അങ്ങനത്തെ വീട് എങ്ങനെ മാറ്റണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിവേസ്, കാര്യങ്ങൾ പറഞ്ഞതിന് ഒരുപാട് നന്ദി. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. കം ഓൺ, ഡ്രസ് ചേഞ്ച് ചെയ്യുന്നില്ലേ? ഇല്ല സൂര്യ, നിങ്ങൾ പൊക്കോ. എനിക്ക് രാവിലെ തൊട്ട് തലവേദന എടുക്കുന്നു. ഒറ്റയ്ക്ക് നിൽക്കോ നീ ഇവിടെ? ഞാൻ തനിച്ചോ? ഇവരുണ്ടാവില്ലേ? എന്താ ഉണ്ടാവില്ലേ? ഇതുവരെ ഈ വീട്ടിനകത്തേക്ക് ഞാനും കയറിയിട്ടില്ല.
ആ വരൂ 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 വരൂ. ഡാ അകത്ത് വാടാ. ഞാൻ വരുന്നില്ല, നിങ്ങൾ വേണമെങ്കിലും അകത്ത് പോയിക്കോ. എനിക്ക് ഈ സ്ഥലം സെറ്റ് ആവുന്നില്ല കേട്ടോ. ഉം, ഉം. അനന്തു ആ എനിക്ക് ചെറിയ ഹെൽപ്പ് ചെയ്യോ? എന്റെ വൈറ്റ്ലെസ് മറന്നുപോയി, റൂമിലുണ്ട്, ഒന്ന് എടുത്തിട്ട് വരുമോ പ്ലീസ്? ഷുവർ ജ്യോതി, ഞാൻ ഇപ്പൊ തന്നെ പോയി കൊണ്ടുവരാം. നീ അകത്ത് പോയിരിക്കേ. തനിച്ച് എങ്ങോട്ടേക്കും പോരുത് കേട്ടോ. ആ ഇതെന്താ തുരങ്കം പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? ആരുമില്ലേ? ആരുമില്ലേന്ന്? ഇവരിത് എവിടെ പോയിരിക്ക? ഞാനാ കട്ടപ്പനാ. നിങ്ങൾ ചെയ്യുന്നൊന്നും ശരിയല്ല കേട്ടോ. ആ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോന്നറിയോ? ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിനകത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ വരുന്നുമില്ല, സംസാരിക്കുന്നുമില്ല. ഈ കളി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ചെയ്യാണെങ്കിൽ പിന്നെ ഞാൻ ഒരു പണിയും ചെയ്യില്ല കേട്ടോ. എന്റെ ഭാര്യ ഗൗരിയുടെ വില സത്യം ചെയ്ത് പറയാ. എന്നെ ഭീഷണിപ്പെടുത്തുവാണോ കട്ടപ്പാ? ഞാൻ വല്ലാതെ പേടിച്ചു പോയി. എവിടെ ഉള്ളത് നിങ്ങൾ എവിടെ ഉള്ളത് പറയൂ. കടക്ക് പുറത്ത്, ഇവിടുന്ന് പുറത്തേക്ക് പോ. മേലാലെ ഈ വീടിനകത്ത് കാല് കുത്തരുത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. ഞാൻ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ലെന്ന്. നിങ്ങൾക്ക് അനങ്ങണമെങ്കിൽ ഞാൻ മനസ്സ് വച്ചാൽ മാത്രമേ നടക്കുള്ളൂ. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കില്ല. ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കണേ, ക്ഷമിക്കണേ. ഇവിടെ എങ്ങനെ രക്ഷപ്പെടണം? ഞാൻ പോന്നു. എന്താ നിങ്ങളിങ്ങനെ? ഞാൻ പോന്നു. എന്റെ ഭാര്യയെക്കാളും ദേഷ്യം വരുന്നില്ലോ നിങ്ങൾക്ക്? ദേഷ്യം കൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ. പക്ഷെ ഒരു കാര്യം സത്യ, നിങ്ങൾ സംസാരിക്കുന്നതിൽ എന്തോ ഒരു ശക്തിയുണ്ട്. നിങ്ങളെ കണ്ണ് കാണാതിരിക്കുന്നതാ നല്ലത്. ഈ വീട്ടിൽ അതിന് മാത്രം എന്താ ഉള്ളത്? ചി, എനിക്ക് സ്ഥലം തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഭയങ്കര ഇരുട്ടാണല്ലോ. അതെ, എനിക്കും ഇഷ്ടായില്ല. നമ്മുടെ പ്രോജക്റ്റിന് സൂട്ടേ ആവില്ല. ഇതിനേക്കാളും നല്ല വീട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. Hey, what are you doing? Oh, come on. That's enough. Rajiv, I said stop it.